ഇവിടെ ഇത്രയും നല്ല ശാന്തതയും സമാധാനവും ഉള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് ഇവിടെയൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് കീർത്തിയുടെ പറമ്പാണ് കേട്ടോ. അവിടെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേമ്പുണ്ട്, പയർ, പിന്നെ വേറെ കുറച്ച് പച്ചക്കറികളുണ്ട്, വാഴ, ജാതി, അങ്ങനെ നല്ല ഫ്രഷ് എയറാണ് കേട്ടോ ഇവിടെയൊക്കെ. നല്ല രസമാണ്. കപ്പളം നിൽപ്പുണ്ട്. കപ്പളങ്ങ പൊട്ടിച്ചാലോ നമുക്ക്? പുതുക്കിയൊരു കപ്പളങ്ങ പറിക്കാം. ഈ കപ്പളങ്ങ എന്ന് പറയുന്ന സാധനത്തിന് പലയിടത്തും പല പേരല്ലേ പറയുക. ഓമക്കായ, പപ്പായ, കപ്പയ്ക്ക, കപ്പങ്ങ എന്നൊക്കെ പറയുന്ന പപ്പായ. ഓക്കെ, നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുത്തുകൊണ്ട് പോവാം. ഈ വാഴയും മരങ്ങളും പച്ചക്കറികളും മാത്രമല്ല വേറെയുണ്ട് കാര്യങ്ങൾ. പൂന്തോട്ടമുണ്ട്, നല്ല പൂക്കളുണ്ട്. അപ്പോൾ നമ്മളിന്ന് അതിനെ പറ്റിയിട്ടൊക്കെ ബന്ധമുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറമ്പിൽ കൂടി നേരെ പോകുന്നത് മുകളിൽ ടെറസിലെ ഗാർഡനിലേക്ക് പോവാം. അവിടെയാണ് പൂച്ചെടികളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോവാം നമുക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കീർത്തി. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ വിത്ത് യു. നമ്മൾ ഗോ വിത്ത് യുവിൽ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയാണ്. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളിവിടെ ഒരു ഗസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ അതാരാന്നൊക്കെ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്കും കിടക്കാം. ഈ പൂക്കളൊക്കെ ഞാൻ പറഞ്ഞ ഗസ്റ്റിൻ്റെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൂക്കളെ പറ്റിയിട്ടല്ല കേട്ടോ. പൂക്കൾ വയ്ക്കുന്ന ചട്ടിയില്ലേ, ചട്ടിയെ പറ്റിയിട്ടാണ്. സിമെൻറ്റിൻ്റെ ചട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആളുടെ പൂച്ചെടികളും ഗാർഡനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ്. സൂര്യകാന്തി ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ആളുടെ ഗാർഡനിൽ. ഈ ചട്ടികളൊക്കെ കീർത്തി തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമെൻറ്റ് ചട്ടികൾ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? സിമെൻറ്റ് ചട്ടി ഉണ്ടാക്കുന്നതിന് ഒരു ഡിസൈൻ ചട്ടി എടുക്കാം, കൂടാതെ ഒരു പ്ലെയിൻ ചട്ടിയും എടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഇതിൽ പുരട്ടാനായിട്ടുള്ള ഓയിൽ. ഏതെങ്കിലും വണ്ടിയുടെയൊക്കെ കളയുന്ന ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആയാലും മതി. പിന്നീട് എംസാൻഡോ മണലായാലും മതി. പിന്നെ സിമൻറ്റ്, കുറച്ച് വെള്ളം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ചട്ടി ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഇതിൽ പുരട്ടാം. നന്നായി പുരട്ടണം, എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുകയുള്ളൂ. കൂടാതെ ഈ ചട്ടിയുടെ പുറകു വശത്തും പുരട്ടണം. ഇനി നമുക്ക് ചട്ടി ഉണ്ടാക്കുന്നതിനുള്ള കൂട്ട് തയ്യാറാക്കാം. മൂന്ന് കപ്പ് സിമൻറ്റ്, 3 കപ്പോളം തന്നെ എംസാൻഡ് എടുക്കുക, എന്നാലാണ് നല്ല ഉറപ്പുണ്ടാവുകയുള്ളൂ. ഈക്വലായിട്ടാണ് ഞാൻ എടുക്കാറ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാവുന്ന പാകത്തിനാവണം, അത്രയും ലൂസാവണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. ചട്ടിയുടെ അടി പരന്നിരിക്കുന്നതിന് കുറച്ച് എംസാൻഡ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന സിമൻറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഭാഗമാകുമ്പോൾ നിർത്താം. അതിനുശേഷം ചട്ടി ഒന്ന് ഇങ്ങനെ താഴെ പ്രസ് ചെയ്യുക. അത് ഫില്ലാവുന്നതിന് വേണ്ടിയാണ്. പിന്നീട് ചട്ടി നന്നായിട്ട് അമർത്തിയതിന് ശേഷം എന്തെങ്കിലും വെയിറ്റ് കയറ്റി വയ്ക്കാം. നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇതേ ലാസ്റ്റ് സൈഡും ഫില്ലായി. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ നേരം മുതൽ പിറ്റേ ദിവസം വരെ നേരത്തോട് നേരം വരെ ഇതിങ്ങനെ തന്നെ വെക്കാം, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവുന്ന സമയത്ത് നമുക്ക് ബാക്കി പൂക്കളൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് വരാം. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്, പല വെറൈറ്റി പൂക്കളുണ്ട്. പൂക്കൾ മാത്രമല്ല ഇലച്ചെടികളും ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ റൂബിക്ക മരം, ലൂബിക്ക ലൗലോലിക്ക എന്നൊക്കെ പറയുന്ന ആ മരമുണ്ട്. കറിവേപ്പില എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ മല്ലൂസ് ഉണ്ട്. ബട്ടർഫ്ലൈ ലീഫ് പ്ലാന്റ് ആണ് അത്ര അത്. പിന്നെ നമുക്ക് ഒരു ആമ്പലുണ്ട്, നടുക്കൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്, അതിലൊരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒന്നല്ല പല ടാങ്ക് ഉണ്ട് കേട്ടോ ടെറസിൽ, അതിലൊന്ന് മാത്രമാണ് ഇപ്പം നമ്മൾ കണ്ടത്. കൂടാതെ വേറെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, ടർട്ടിൽ വൈനൊക്കെ പോലത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ചട്ടി സെറ്റായോ എന്തായി എന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. നമുക്ക് മുകളിലാണ് നമ്മളതെടുത്ത് സെറ്റാക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒക്കെ പോയി നോക്കാം. അപ്പോൾ ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് എടുക്കാറായിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചട്ടിയുടെ ഉള്ളിലേക്ക് ആ വെയിറ്റ് വെച്ചതും മറ്റേ ചട്ടിയും പുറമെ വെച്ചത് ചട്ടിയും എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ആ ചട്ടിയുടെ ഉള്ളിൽ നിറയെ എംസാൻഡ് ഇങ്ങനെ നിറച്ച് വയ്ക്കുക. ചട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സിമെൻറ്റിന് ഇങ്ങനെ വിള്ളൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് വെച്ചിട്ട് നിറയെ എംസാൻഡ് നിറച്ച് വയ്ക്കണം. അപ്പോൾ ഇനി ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കണം. നമ്മൾ ചട്ടി എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേയൊക്കെ മതിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3-4 മണിക്കൂർ മുന്നേ ഇതുപോലെ നിറയെ എംസാൻഡ് നിറച്ച് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു 2-3 മണിക്കൂർ അത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ ഈ ചെടികളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങൾക്കൊരു കടയുണ്ട്, അപ്പോൾ അതിൽ തക്കാളികളൊക്കെ ചീഞ്ഞ് പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ചെടിയുടെ കടക്കൊക്കെ കൊണ്ടിടും. അതവിടെ നിന്ന് മുളച്ച് വരും, ചെറിയ തൈകളാകും. അത് ഞാൻ എന്ത് ചെയ്യും, ഗ്രോ ബാഗിലേക്കൊക്കെ പറിച്ച് നടും. പക്ഷെ നന്നായിട്ട് തക്കാളി ഉണ്ടാവുന്നുണ്ട്. വിൽക്കുന്നതിന് വേണ്ടി തൈകൾ ചെറിയ കവറുകളിൽ നട്ട് വെച്ചിരിക്കുന്നതാണ്. 20 രൂപ നിരക്കിലാണ് അത് കൊടുക്കുന്നത്. കടയിലൊക്കെ 35 രൂപയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരുടെയും വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ 20 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഒരു വിലയില്ല, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സംരക്ഷിക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് വില നമ്മൾ അതിന് ഈടാക്കുന്നത്. സ്റ്റെപ്പിലൊക്കെ നമ്മൾ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെടികൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു തത്തമ്മയുണ്ട്. അപ്പോൾ ഈ ചെടികൾ മാത്രമല്ല, വേറെ ഇനി മീനുണ്ട്, പക്ഷികളും ഒക്കെ ഉണ്ട് ഇവിടെ. ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മല്ലൂസ്. വിച്ചുവാണത്. ഇതൊക്കെ നോക്കി പരിപാലിക്കുന്നത് കൂടാതെ ചെടികളും അതുപോലെ വിത്തുകളും ചട്ടികളും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കോളിഫ്ലവറും ക്യാബേജും അത് നട്ടിട്ടുള്ളൂ, കുറച്ച് വലുതായിട്ടുള്ളൂ. ഇത് വെറ്റാണ്, വെറ്റിലയുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില ഒരുപാടുണ്ട്, പിന്നെ അലോവേര, അങ്ങനെ കുറച്ച് ഔഷധ സസ്യങ്ങളും ഉണ്ട്. പനിക്കൂർക്ക, പിന്നെ വേറെ പഴുതാരയുടെ ഒക്കെ വിഷം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് അത്ര ഇത്. അതുപോലെ തന്നെ നീലാമരി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളും ഉണ്ട് ഈ കൂട്ടത്തിൽ. പച്ചപ്പും ഹരിതാഭയും കിളികളുടെ കളകളാരവും നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു ചട്ടി അവിടെ വെയിറ്റിംഗ് ആണ്, നോക്കാം. ഒരു ടൈലിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ചട്ടിമേലേക്ക് കമത്താം. എന്നിട്ട് അത് താഴെ വയ്ക്കുക. എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നന്നായി ഇങ്ങനെ തട്ടാം. അതിനുശേഷം അത് പൊന്തിക്കാം. അപ്പം നമ്മുടെ ചട്ടി നല്ല ഭംഗിയിലിരിക്കും. ഇങ്ങനെ അപ്പോൾ നമ്മളിനി ഇതിൽ പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് അപ്പെക്സ് വെതർ പ്രൂഫ് എക്സ്റ്റീരിയർ എമൽഷൻ റെഡ് കളർ പെയിൻ്റാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അവിടെ ആകെ കലപില കാക്കിരി പീക്കിരി ബഹളങ്ങളായിരുന്നു. മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴേക്കും എന്താ സംഭവം എന്നറിയാൻ വേണ്ടി എല്ലാവരും ഹാജരായിട്ടുണ്ടായിരുന്നു അവിടെ. മല്ലൂസ് ചട്ടിയിൽ പെയിൻ്റ് അടിക്കുകയാണ്. മല്ലൂസിൻ്റെ ചട്ടിയാണോ
അമ്മയുടെ ചട്ടിയാണോ ഏറ്റവും നല്ലതെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു പെയിൻ്റ് അടിക്കാൻ അറിയോ? ചട്ടി പെയിന്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചേക്കുക. ഇത് ഉണങ്ങിയിട്ട് വേണം അല്ലേ നമുക്കിനി ഇതിൽ ചെടി വെക്കാൻ. നമുക്ക് ആ ചട്ടിയിൽ ഇനി ഒരു ചെടിയും കൂടി നടാം. അത് മണ്ണ് മാത്രമാണോ? മണ്ണും ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി. മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി. നമ്മൾ കവറിൽ ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്ര മണ്ണിട്ടാൽ മതി ആദ്യം? ആദ്യം കുറച്ച് മണ്ണിടുക, എന്നിട്ട് ചെടീനെ നല്ല ഭംഗിയിലൊക്കെ വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ. ചെടികൾ പരിപാലിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ഒരു ദിവസം ശരിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ ചെടികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റിൽ പറയുക, നമുക്ക് അതനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടൊക്കെ ഡീൽ ചെയ്യാം. ചെടികളുടെയും ചട്ടികളുടെയൊക്കെ ഓർഡർ ഓൺലൈനായിട്ടാണ് എടുക്കുന്നത്. കീർത്തിയുടെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഓൺലൈനായിട്ട് ഓർഡർ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരിക. പേയ്മെൻറ്റും ഒക്കെ ഓൺലൈനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട്. ഇത് അക്വേറിയത്തിലെ ജൈൻറ്റ് ഗൗരാമി എന്ന് പറഞ്ഞ അലങ്കാര മത്സ്യമാണ് അത്. പിന്നെ നമുക്കിത് ലവ് ബേർഡ്സിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇത് കൺക്ലൂഡ് ചെയ്തേക്കാം. ചട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.